ഹലോ ഓൾ, അങ്ങനെ നമ്മുടെ JEE എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം 22 മുതൽ 29 വരെ 5 ദിവസങ്ങളിലായിട്ട് 10 ഡിഫറെൻറ്റ് എക്സാമുകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ മേ ബി 6 മന്ത്സിൽ കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും, 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവാം, മേ ബി 3-4 വർഷങ്ങളായിട്ട് 9th 10th തന്നെ തുടങ്ങി JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഫൈനലി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു, വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഈ 3 ഹവറിൻ്റെ എക്സാമാണ്. അതിൽ വരുന്ന 75 ക്വസ്റ്റ്യൻസിൽ നമുക്ക് എത്രത്തോളം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റിസൾട്ടിനെ മാറ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വർക്ക്, നമ്മൾ ഇതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ്. അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെ നമ്മൾ ഫൈനലി നമുക്ക് വേണ്ടത് നമ്മുടെ സ്ട്രെങ്ത്തിലുള്ള സെൽഫ് കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, നമ്മുടെ എക്സാം സ്ട്രാറ്റജി എന്താണ്, ആ സ്ട്രാറ്റജി തന്നെ ഇതുവരെ നമ്മൾ മോക്ക് എക്സാമിനേഷൻസ് എഴുതി അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്, അത് തന്നെ ഉപയോഗിച്ചിട്ട് വേണം നാളത്തെ അല്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങുന്ന എക്സാമുകൾ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നമ്മൾ പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഡ്യൂറിങ് ദി എക്സാം ഒന്നും ശ്രമിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അറിയാത്ത ടോപ്പിക്കുകൾ പോയിട്ട് ചെയ്തു നോക്കാൻ പാടില്ല. സമയം വളരെ കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഈ 3 സബ്ജക്റ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് എല്ലാ വർഷവും വളരെ ലെങ്തി ആയിട്ടാണ് പേപ്പർ വരാറുള്ളത്. അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ പേപ്പറുകളിലും വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മാത്തമാറ്റിക്സിൽ നിങ്ങൾ ഇൻ കേസ് വീക്ക് ആണെങ്കിൽ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ആദ്യം ചെയ്തതിന് ശേഷം വേണം മാത്തമാറ്റിക്സിലേക്ക് നിങ്ങൾ പോകാൻ. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന് നമ്മൾ ലെങ്തി ആണെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊരു 250+ അല്ലെങ്കിൽ ഒരു 220+ ഒക്കെ എയിം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സിൽ നല്ല സ്കോർ നിർബന്ധമാണ്. അപ്പോൾ അതിന് നമ്മൾ മേ ബി 1 ഹവറോ അല്ലെങ്കിൽ 1 hour and 10 minutes ചിലപ്പോൾ ചെയ്യേണ്ടി വരും, മാത്സിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഇനി ബാക്കിയുള്ള കുട്ടികൾ, നിങ്ങൾക്ക് മാത്സ് വീക്കാണ്, പ്രോബബ്ലി നിങ്ങൾക്കൊരു മാക്സിമം 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമയം മാത്രം മാത്തമാറ്റിക്സിൽ കൊടുത്തുകൊണ്ട് ബാക്കി ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും ഡെഡിക്കേറ്റ് ചെയ്യുക. മാക്സിമം സ്കോർ ആ 2 സബ്ജക്റ്റുകളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള ആ ഒരു റിസൾട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ എയിം ചെയ്യുന്നത് മേ ബി 150 ആകാം, അല്ലെങ്കിൽ 180+ ആവാം, ഓർ 200 ആവാം, അല്ലെങ്കിൽ 250+ ആവാം. ഏതാണോ നിങ്ങളുടെ ടാർഗറ്റ്, ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എയിം ചെയ്യണം. അതുപോലെ എല്ലാവർക്കും എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു പേടിയാണ്, ടെൻഷനാണ് അല്ലെ. എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പം സ്ട്രെസ്സാണ്, അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പം സ്ട്രെസ്സാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് എക്സാമുകൾ ആക്ച്വലി വരുന്നുണ്ട്. ഇത് സെഷൻ 1 ആണ്, അത് കഴിഞ്ഞ് സെഷൻ 2 ഉണ്ട്. ഈവൻ സെഷൻ 1-ൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ നമുക്ക് സെഷൻ 2 അവിടെ ബാക്കപ്പ് ആയിട്ടുണ്ട്. മറ്റൊരുപാട് എക്സാമിനേഷൻസ്, കീം പോലുള്ള, ബിറ്റ്സാറ്റ് പോലുള്ള പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു എക്സാം മാത്രമാണ് എല്ലാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായാലാണ് നമുക്ക് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാം. അതിന് പകരം ഇതുവരെ നിങ്ങൾ കഴിഞ്ഞ ഒരു 1 year 2 years ആയിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമിനേഷൻസ് പോലെ തന്നെ അനദർ 3 hour എക്സാം എന്നുള്ള വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ പോവുക. അതിൽ നമ്മൾ ഇതുവരെ വരുത്തിയിട്ടുള്ള കോമൺ മിസ്റ്റേക്കുകൾ, നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടുള്ള കെയർലെസ് മിസ്റ്റേക്കുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാം സമയത്തുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനലി പറയാനുള്ളത്, എല്ലാവർക്കും അഡ്മിറ്റ് കാർഡും എക്സാം സെൻറ്ററും ഒക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ തന്നെ സെൻറ്റർ ഓപ്പൺ ആയിരിക്കും, റിപ്പോർട്ടിംഗ് ടൈം സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ വളരെ നേരത്തെ തന്നെ എക്സാം എത്താൻ ശ്രമിക്കുക. അതുപോലെ അരമണിക്കൂറിൻ്റെ മുന്നേ എന്ത് ചെയ്യും, ഗേറ്റ് ക്ലോസ് ചെയ്യും. ഒരിക്കലും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തുക എന്നുള്ള അത്രയും ലേറ്റ് ആയിട്ട് നിങ്ങൾ എത്താനേ പാടില്ല, അതിൻ്റെ മുന്നേ തന്നെ എത്താൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ആധാർ കാർഡിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി കാർഡിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, ഡ്രസ്സിങ്ങിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ നേരത്തെ എന്ത് ചെയ്യാം, എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങളെല്ലാം അവിടുന്ന് സോർട്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലി പറയാനുള്ളത്. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് വീഡിയോസ് കണ്ട, അതുപോലെ എക്സാം നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ള, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള, കമൻസ് ഇട്ടിട്ടുള്ള കുട്ടികളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ XNY ലേണിംഗ് എന്ന് പറയുന്ന ഫുൾ ടീമിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഓൾ ദ ബെസ്റ്റ് ആണ്. നന്നായിട്ട് പോയിട്ട് എല്ലാവരും എക്സാം എഴുതുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ഡെഫിനറ്റ്ലി നാളെ മുതൽ കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി സെഷൻ 2-ലേക്കും നമ്മൾ സെഷൻ 1-ലേക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ക്ലാസ്സുകളും ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഗൈഡൻസ് തരുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ ഈ ചാനലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് വളരെ പോസിറ്റീവായിട്ട് പോയിട്ട് നാളത്തെ JEE എക്സാം എഴുതിയിട്ട് നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ.